നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ നോട്ട് പാഡുകൾ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും സീക്രട്ട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഓരോ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെയും പാസ്വേഡുകളൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കാറുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ നോട്ട്. അപ്പോൾ അത്തരത്തിലൊരു നോട്ട് ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ആ നോട്ട് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ആപ്ലിക്കേഷൻസ് ലോക്ക് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ലോക്ക് ചെയ്യുന്ന പലപ്പോഴും നമുക്ക് സാധാരണ ഒരു പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്യാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ലോക്കല്ല ഇത്. വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ലോക്ക് ആപ്ലിക്കേഷനാണ് ഈ ഒരു നോട്ട് പാഡ്. അപ്പോൾ എന്താണ് ആ ഒരു ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് ആ കാര്യങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഒരു നോട്ട് ആപ്ലിക്കേഷനാണ്. ഈ നോട്ട് ആപ്ലിക്കേഷൻസിൽ നമുക്ക് സാധാരണ നോട്ട് പോലെ ഉപയോഗിക്കാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ ആരും തിരിച്ചറിയാനാകാത്ത വിധത്തിലുള്ള ലോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. തുറന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ആരും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തൊരു പാറ്റേൺ ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. പാറ്റേൺ ലോക്ക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മൊബൈൽ ഫോൺ നൽകുന്ന പാറ്റേൺ ലോക്കല്ല. ഇതിനകത്ത് നമ്മുടെ ഈ വോളിയം ബട്ടൺ, ഇവിടെ കാണുന്ന ഈ വോളിയം ബട്ടൺ, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ പാറ്റേൺ ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വോളിയം ബട്ടണിൽ ഇത് അപ്പ് ബട്ടണും ഡൗൺ ബട്ടണുമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ അപ്പ് ബട്ടൺ നിങ്ങൾ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പ് ബട്ടണായിട്ട് മുകളിലോട്ടൊരു ആരോ മാർക്ക്. തുറന്ന് ഞാൻ ഡൗൺ ബട്ടൺ, നമ്മൾ വോളിയം കുറക്കുന്ന ആ ഡൗൺ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പ് ബട്ടൺ മാത്രമാക്കാം, അതല്ലെങ്കിൽ ഡൗൺ ബട്ടൺ മാത്രമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും അത് കൺഫേം ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ കൊടുത്ത അപ്പ് ബട്ടൺ കൊടുത്തു, താഴെ ഡൗൺ ബട്ടൺ കൊടുത്തു. അതായത് വോളിയം ബട്ടണാണ്. ശ്രദ്ധിക്കണം, ഈ വോളിയം ബട്ടൻ്റെ വോളിയം കൂട്ടുന്ന അപ്പ് ബട്ടണും കുറക്കുന്ന ഡൗൺ ബട്ടണും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സെറ്റ് ചെയ്യുന്നത്. തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് വീണ്ടും കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവിടെ താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുറന്ന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും മുകളിൽ സെലക്ട് ക്വസ്റ്റ്യൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ആൻസർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഈ ഒരു പാസ്വേഡ്, ഇപ്പം നൽകിയിരിക്കുന്ന ഈ വോളിയം അപ്പ് ബട്ടണോ ഡൗൺ ബട്ടൺ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ നമുക്കത് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ടിന് ശേഷം എന്തെങ്കിലും ഒരു ആൻസർ, കൃത്യമായ ആൻസർ തന്നെ ആകണമെന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആൻസർ ഇതുപോലെ ടൈപ്പ് കൊടുക്കുക. ഓർക്കുക, നിങ്ങൾ കൊടുക്കുന്ന ആൻസർ നിങ്ങൾ ഓർത്തിരിക്കണം. ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് നെക്സ്റ്റ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കുക. തുടർന്ന് ഇവിടെ രണ്ട് പെർമിഷൻ നമ്മൾ കൊടുക്കണം. ഒന്ന് യൂസേജ് ആക്സസിന് വേണ്ടിയുള്ള പെർമിഷൻ, രണ്ടാമത്തെ ഡിസ്പ്ലേ ഓവർ അതർ ആപ്പ് എന്നുള്ള പെർമിഷൻ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ രണ്ട് പെർമിഷൻ നമ്മൾ കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഫിനിഷ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഓപ്പൺ ആപ്പ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ഓക്കെ കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ സാധാരണ നോട്ട് പോലെ നമ്മൾ പാസ്വേഡൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കാറുണ്ട്. ചില ആളുകൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സുകളിലെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നോട്ട്സ് നമുക്ക് എഴുതി വെക്കാനുള്ളൊരു ആപ്ലിക്കേഷൻ. സാധാരണ നമ്മൾ നോട്ട് പോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു നോട്ട് കിട്ടും. ഈ ഒരു നോട്ടിനകത്താണ് ഇതിനകത്തൊരു ട്രിക്ക് ഉള്ളത്. നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ആ അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പാസ്വേഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഇനി ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു. കാണാൻ സാധിക്കും നമ്മൾ ആ നേരത്തെ കൊടുത്തിരിക്കുന്ന പാസ്വേഡ്, അതായത് നമ്മൾ ഈ വോളിയം ബട്ടൺ ഉപയോഗിച്ച് കൊടുത്ത ഈ അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ ഓപ്പണായി വന്നു. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ആപ്പ് ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ആദ്യം താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്തുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ലോക്ക് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പിന് എടുക്കുകയാണ്. വാട്സപ്പിൽ ഞാൻ കാണാൻ സാധിക്കും വാട്സപ്പ് നേരെ നമുക്ക് ലോക്ക് ഒരു ചിഹ്നം കാണാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം. നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ആ ലോക്ക് ചിഹ്നം ഒരു ഗ്രീൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് ലോക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഒരു ബ്ലാക്ക് ആണ്, ഇതിനകത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല.
ഈ ബ്ലാക്കിൽ നമ്മൾ ഇത് വാട്സപ്പ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ വോളിയം ബട്ടൻ്റെ അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാണാൻ സാധിക്കും, ഞാൻ അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ സെലക്ട് ചെയ്തപ്പോൾ ഇത് കാണാൻ സാധിക്കും വാട്സപ്പ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാട്സപ്പ് ലോക്ക് തുറക്കുമ്പോൾ ഒരു വെറൈറ്റി വാട്സപ്പ് ലോക്കാക്കി മാറ്റാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം. അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന ആ ലോക്ക്, അതായത് അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കിയ ഇടത്തേക്ക് എത്തും. ഇവിടെ നമ്മൾ ആ വാട്സപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏത് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഈ ബ്ലാക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ബ്ലാക്ക്, ഇപ്പോൾ നമ്മൾ കണ്ടത് ലോക്ക് ബ്ലാക്കാണ്. ട്രാൻസ്പെറൻറ്റ് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. കസ്റ്റമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഫോട്ടോസ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് ഞാൻ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഈ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ നിങ്ങൾ കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ ഒരു ഗാലറി ചോദിക്കും. ആ ഗാലറി ഓപ്പൺ ആക്കുക. ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. ഉദാഹരണത്തിന് വാട്സപ്പിൻ്റെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഇത്തരത്തിലാണ് നമ്മുടെ വാട്സപ്പിൻ്റെ ഇൻ്റർഫേസ് കാണാം. ഞാനിപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ ആ കസ്റ്റം ഭാഗത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഈ കസ്റ്റം ഭാഗത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഗാലറി ചോദിച്ചു. ഗാലറി സെലക്ട് ചെയ്തു. ശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ഭാഗം ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ആ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, ഒന്ന് വലുതാക്കി കൊടുക്കുക. ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ ലോക്ക് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ ആദ്യം കാണിച്ചു. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സ്ക്രീൻഷോട്ട് ഇത്തരത്തിൽ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിന് ഒന്നും അനങ്ങയില്ല. നമുക്കിത് മറ്റേതെങ്കിലും വാട്സപ്പിലേക്ക് പോകാനൊന്നും സാധിക്കില്ല. ഈ ഒരു സ്ക്രീൻഷോട്ടും കാണും. വാട്സപ്പ് തുറക്കുന്ന ആൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. എന്നാൽ ഇതൊട്ട് ഓപ്പൺ ചെയ്യാനോ ഒന്ന് മൂവ് ചെയ്യിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. ഇനി നമുക്കിത് വാട്സപ്പിനകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോക്ക് ചിഹ്നത്തിൽ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് ഓപ്പണായി. ഇനി നമുക്കിത് നമ്മുടെ വാട്സപ്പ് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഏത് ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും, വാട്സപ്പ് എന്നല്ല, നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.